ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ആനകളെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. കേരളത്തിൻ്റെ സംസ്ഥാന മൃഗം ആന. കേരളത്തിൻ്റെ സംസ്ഥാന മൃഗമാണ് ആന. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ആന. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ആനയാണ്. ആനകളുടെ ആയുർദൈർഘ്യം എന്ന് പറയുമ്പോൾ 48 വർഷം അല്ലെങ്കിൽ 50 വർഷമൊക്കെയാണ്. ആഫ്രിക്കൻ ആനകളൊക്കെ 70 വർഷത്തിൽ കൂടുതൽ ജീവിക്കുന്നു പറയുന്നു. 70-80 വയസ്സിന് മുകളിൽ ജീവിക്കുന്നു പറയുന്നു. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ പ്രോജക്റ്റ് എലിഫൻ്റ് വർഷം 1992 പ്രോജക്റ്റ് എലിഫൻ്റ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ കേരളത്തിലെ ആന പരിശീലന കേന്ദ്രം എവിടെയാണെന്ന് അറിയാമോ? കേരളത്തിലെ ആന പരിശീലന കേന്ദ്രം എന്ന് പറഞ്ഞാൽ കോടനാട് എറണാകുളം. കേരളത്തിലെ ആനക്കൊട്ടിൽ എവിടെയാണെന്ന് അറിയാമോ? കോന്നി. അതെവിടെയാണ്? പത്തനംതിട്ടയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ വനം ഡിവിഷനാണ് കോന്നി. കേരളത്തിലെ ഏറ്റവും ചെറിയ വനം ഡിവിഷൻ കോന്നിയാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ വനം ഡിവിഷൻ ഏതാണ്? റാന്നി. അതും പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ്. കേരളത്തിൽ ഏതാണ്ട് 36 വനം ഡിവിഷനുണ്ട്. അതുപോലെ പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ആനകളെക്കുറിച്ച് പറയുകയാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ദേവസ്വം വക ആനക്കൂട്ടിൽ എവിടെയാണ്? ഗുരുവായൂരാണ്. ഗുരുവായൂർ ദേവസ്വം വക ആനക്കൂടൊക്കെ ഉണ്ട്. അത് ഗുരുവായൂരിലാണ്. അതുപോലെ തന്നെ ആനകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണെന്ത്? മാതംഗലീലയാണ്. മാതംഗലീല ഒരു സംസ്കൃത ഗ്രന്ഥമാണ്. ഇത് മാതംഗലീല എഴുതിയതാരാണെന്ന് ചോദിച്ചാൽ തിരുമംഗലത്ത് നീലകണ്ഠൻ മൂസാണ്. ഇതൊരു സംസ്കൃത ഗ്രന്ഥമാണ്. ഇതിൻ്റെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് വള്ളത്തോൾ നാരായണ മേനോനാണ്. മാതംഗലീലയിൽ പ്രതിപാദിക്കുന്ന മുഴുവൻ ആനയെക്കുറിച്ചുള്ള വിവരങ്ങളാണ്. അതുപോലെ തന്നെ മാതംഗലീല മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതാണ് വള്ളത്തോൾ നാരായണ മേനോനാണ്. ആനയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുത, നമ്മൾ ആനയുടെ മുതലാളിയുടെയോ അല്ലെങ്കിൽ പാപ്പാൻ്റെയോ സാന്നിധ്യത്തിൽ അല്ലാതെ ആനയുടെ സമീപം ചെല്ലുവാൻ പാടില്ല കേട്ടോ. നമ്മളെപ്പോഴും ഓർത്ത് വെക്കണം. അങ്ങനെ ചെന്നു കഴിഞ്ഞാൽ ആന ആക്രമിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം കേട്ടോ.